നുണകൾ കൊണ്ട് അമ്മാനമാടുന്ന സി ദാവൂദിന്റെ തെരുവ് നാടകം ഒരു വാഴക്കാട് എപ്പിസോഡ്. മീഡിയ വണ്ണിലെ നമ്മുടെ സി ദാവൂദ് ഉണ്ടല്ലോ, ചാനലിലെ ജമായത്തെ ഇസ്ലാമി ഡെസ്കിന്റെ മാനേജിംഗ് എഡിറ്റർ. CPM-ലെ ഹിന്ദു പേരുള്ളവരെ മുഴുവൻ മുസ്ലിം വിരുദ്ധരാക്കുക എന്ന ലക്ഷ്യവുമായി അദ്ദേഹം ചാനലിന്റെ ഇരുട്ടുമുറിയിൽ നിന്ന് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, മരിച്ചുപോയവരെയും മുൻകാല പ്രാബല്യത്തോടെ അദ്ദേഹം മുസ്ലിം വിരുദ്ധരെന്ന ചാപ്പയടിക്കുകയാണ്. പുതിയ ഐറ്റം നോക്കുക. ലളിതമായി ഏറ്റവും ഗഹനമായി പഠിപ്പിച്ചൊരു മനുഷ്യനാണ് CH മുഹമ്മദ് കോയ. അദ്ദേഹം ഈ അറബി മുൻഷിമാരെ നിയമിച്ച സമയത്ത് ചന്ദ്രസേന എന്ന് പറഞ്ഞിട്ട് CPM-ന്റെ ഒരു MLA ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പ്രസംഗിച്ച അറിയാം? ഇപ്പൊ കുട നന്നാക്കാൻ ആളെ കിട്ടണില്ല. എന്താണ്? കുട നന്നാക്കികളൊക്കെ മാഷന്മാരായി പോയി, അറബി മാഷന്മാരായി. കുട നന്നാക്കി നടന്നവരെ പിടിച്ച് CH മുഹമ്മദ് കോയ അറബി മുൻഷിമാരാക്കിയെന്ന് ചന്ദ്രസേനൻ എന്ന CPM MLA പരിഹസിച്ചു അത്രേ. മുസ്ലിം ലീഗിന്റെ വാഴക്കാട് പഞ്ചായത്തിലെ സമ്പൂർണ്ണ സമ്മേളനമാണ് വേദി. ചരിത്രമറിയാത്ത ലീഗ് പ്രവർത്തകരെ ചരിത്രത്തിൽ ഉത്ബുദ്ധരാക്കുകയായിരുന്നു ദാവൂദ് സാഹിബിന്റെ ലക്ഷ്യം. അതായത് ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ ലീഗുകാർക്ക് പ്രചരിപ്പിക്കാനുള്ള വിഭവങ്ങൾ ഹോൾസെയിലായി സപ്ലൈ ചെയ്യുന്ന ചുമതലയാണ് ദാവൂദ് സാഹിബ് ഏറ്റെടുത്തിരിക്കുന്നത്. നുണ സി ദാവൂദ് പറഞ്ഞു കൊടുക്കും, ലീഗുകാർ അത് എമ്പാടും പ്രചരിപ്പിക്കണം. അതാണ് കരാർ. ദാവൂദിന് വളരെ ഇഷ്ടപ്പെട്ട ക്രിയയാണ് ഡൈസെക്ട് ചെയ്യുക എന്നത്. നാം ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർ ഡിസെക്ട് എന്ന് പറയുന്ന അതേ ഏർപ്പാട്, DISSECT, കീറി മുറിച്ച് വിശകലനം ചെയ്യൽ. നമുക്ക് ദാവൂദ് സാഹിബിന്റെ വാഴക്കാട് പ്രസംഗം ഒന്ന് ഡൈസെക്ട് ചെയ്താലോ? അദ്ദേഹം ഈ അറബി മുൻഷിമാരെ നിയമിച്ച സമയത്ത് എന്താ ഇപ്പൊ പറഞ്ഞത്? CH അറബി മുൻഷിമാരെ നിയമിച്ച സമയത്തെന്ന് അല്ലേ? CH എന്നാണ് അറബി മുൻഷിമാരെ നിയമിച്ചത് ദാവൂദെ. ഏത് കാലത്ത്? മീഡിയ വൺ ഓൺലൈനിൽ CH-നെ കുറിച്ച് വിനീത വിജയൻ എഴുതിയ ഭാഷാ പഠന മേഖലയിൽ CH-ന്റെ സംഭാവന എന്ന ലേഖനം സി ദാവൂദ് ഒന്ന് മനസ്സിരുത്തി വായിക്കണം. ആ ലേഖനത്തിൽ വിനീത വിജയൻ ഇങ്ങനെ പറയുന്നു: 1958 കേരള വിദ്യാഭ്യാസ നിയമം 100 വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിൽ ഒരു അറബി തസ്തിക ആകാമെന്നും 15 പീരീഡ് ഉണ്ടായാൽ അതൊരു മുഴുവൻ സമയ അധ്യാപക തസ്തികയായി പരിഗണിക്കാമെന്നും വ്യവസ്ഥ ചെയ്തു. 1958 ഏതാ സർക്കാർ? അപ്പോൾ സ്കൂളുകളിൽ അറബി മുൻഷിമാരെ നിയമിച്ചതാരാ? 1957-59 EMS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി. ഇനി വിനീത വിജയന്റെ ലേഖനത്തിന് വിശ്വാസ്യത പോരെങ്കിൽ നമുക്ക് നിയമസഭാ രേഖ നോക്കാം. 1959 ഫെബ്രുവരി 28 ആലുവ MLA-യും പിന്നീട് KPCC പ്രസിഡന്റുമായ TO ബാവ നിയമസഭയിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി മാഷോട് ചോദിച്ച ചോദ്യവും ഉത്തരവുമാണ് സ്ക്രീനിൽ. ഗവൺമെന്റ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും അറബി മുൻഷിമാരെ നിയമിക്കുന്നതിന് എന്ത് മാനദണ്ഡമാണ് സർക്കാർ സ്വീകരിച്ചത്? മുണ്ടശ്ശേരി മാഷിന്റെ ഉത്തരം ഇങ്ങനെ: ഗവൺമെന്റ് സ്കൂളിലോ പ്രൈവറ്റ് സ്കൂളിലോ 100 മുസ്ലിം കുട്ടികൾ ഉണ്ടെങ്കിൽ അറബി മുൻഷിയെ നിയമിക്കും. അതായത് ദാവൂദെ, കേരളത്തിൽ അറബി മുൻഷിമാരെ നിയമിച്ചത് CH മുഹമ്മദ് കോയയല്ല, 1957-59 EMS സർക്കാർ. അടുത്തത്, കുട നന്നാക്കാൻ നടന്നവരെ പിടിച്ച് CH മുഹമ്മദ് കോയ അറബി മുൻഷിമാരാക്കി എന്ന് CPIM MLA ചന്ദ്രസേനൻ പറഞ്ഞു എന്നാണ് ദാവൂദ് പറഞ്ഞ അടുത്ത നുണ. ഒന്നാം EMS മന്ത്രിസഭയുടെ കാലത്ത് ജോസഫ് മുണ്ടശ്ശേരി ഈ തീരുമാനം നടപ്പാക്കുന്ന കാലത്ത് CPM എന്ന പാർട്ടി തന്നെ ഇല്ല, പിന്നല്ലേ ചന്ദ്രസേനൻ എന്ന MLA. രണ്ടാം EMS സർക്കാർ അറബി മുൻഷിമാരുടെ കാര്യത്തിൽ കുറെ കൂടി അനുഭാവപൂർണമായ ഒരു സമീപനം സ്വീകരിച്ചു. സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ എന്ന പദവിയിൽ നിന്ന് അവരെ ഭാഷാ അധ്യാപകരാക്കി ഉയർത്തി. 100 കുട്ടികൾക്ക് ഒരു അറബി അധ്യാപകൻ എന്ന വ്യവസ്ഥ മാറ്റി 28 കുട്ടികൾക്ക് ഒരു അധ്യാപകനാക്കി. കൂടുതൽ തസ്തിക സൃഷ്ടിച്ചു. അതിന് ആദ്യത്തെ ബജറ്റിൽ തന്നെ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന PK കുഞ്ഞ് ആവശ്യമായ തുകയും വകയിരുത്തി. അന്ന് CH മുഹമ്മദ് കോയയാണ് വിദ്യാഭ്യാസ മന്ത്രി, സംശയമില്ല. പക്ഷെ അക്കാലത്ത് CPIM-ന് ചന്ദ്രസേനൻ എന്ന പേരിൽ ഒരു MLA ഉണ്ടായിരുന്നോ? ഇല്ലേ, ഇല്ല. അങ്ങനെ ഒരു MLA CPM-ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരു PN ചന്ദ്രസേനൻ ഉണ്ടായിരുന്നു. ആൾ പക്ഷേ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ MLA ആയിരുന്നു, ഭരണകക്ഷിയുടെ ഭാഗവുമായിരുന്നു. ഭരണകക്ഷി MLA സർക്കാർ തീരുമാനത്തിനെതിരെ നിയമസഭയ്ക്കുള്ളിലോ പുറത്തോ പ്രസംഗിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ലേ, ഇല്ല. അതായത് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായിരുന്ന അറബ് മുൻഷിമാരെ ഭാഷാ അധ്യാപകരാക്കി പ്രൊമോട്ട് ചെയ്ത കാലത്ത് CPIM-ന് ചന്ദ്രസേനൻ എന്ന പേരിൽ ഒരു MLA ഇല്ല. കുട നന്നാക്കി നടന്നവരെ CH അറബി മുൻഷിമാരാക്കിയത് കൊണ്ട് നാട്ടിൽ കുട നന്നാക്കാൻ ആളെ കിട്ടാനില്ല എന്ന് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ MLA ആയിരുന്ന PN ചന്ദ്രസേനൻ നിയമസഭയിൽ പ്രസംഗിച്ചതിന് തെളിവുമില്ല. അങ്ങനെ ദാവൂദിന്റെ രണ്ടാമത്തെ പെരുങ്കള്ളവും പൊളിയുന്നു.
കുട നന്നാക്കുന്ന ഒരു മാഷന്മാരായി പോയതിൽ ഒരു CPM ഒരു പുരോഗമന പ്രസ്ഥാനമായിട്ടുള്ള CPMന് ആകുലത ഉണ്ടാവുക. കുട നന്നാക്കി നടന്നവർ അറബി മുൻഷിമാരായതിൽ CPMകാർക്ക് ആകുലത ഉണ്ടായിരുന്നു എന്ന പെരുങ്കള്ളം മുസ്ലിം ലീഗുകാരുടെ തലച്ചോറിലേക്ക് എയ്തുവിടുകയാണ് സി ദാവൂദ്. സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ അറബി മുൻഷിമാരെ നിയമിച്ചതും അവരെ ഭാഷാ അധ്യാപകരാക്കി പ്രൊമോട്ട് ചെയ്തതും CPMകാരായ മുഖ്യമന്ത്രിമാർ നേതൃത്വം നൽകിയ സർക്കാരുകളാണ് എന്ന യാഥാർത്ഥ്യം സി ദാവൂദ് ഇവിടെ സമർത്ഥമായി മറച്ചുവെക്കുന്നു. എന്നിട്ട് CH മുഹമ്മദ് കോയ എന്ന മുസ്ലിം നാമം മാത്രം ആവർത്തിക്കുന്നു. അതോടെ CPM സർക്കാർ എടുത്ത തീരുമാനത്തിന്മേൽ CPMകാരെന്തിന് ആകുലപ്പെടണം എന്ന സ്വാഭാവിക യുക്തിയുടെ വാതിൽ മുസ്ലിം ലീഗുകാരുടെ തലച്ചോറിൽ എന്നേക്കുമായി അടയുന്നു. ഹിന്ദു നാമധാരികളായ CPMകാരെല്ലാം മുസ്ലിം വിരുദ്ധരാണെന്ന തന്റെ ഹീനമായ സിദ്ധാന്തം ലീഗിന്റെ പ്രൊപ്പഗാൻഡ മെഷീനറിയിലൂടെ പ്രചരിപ്പിക്കാനാണ് കുടിലമായ ഈ കള്ളക്കഥ സി ദാവൂദ് മുസ്ലിം ലീഗിന്റെ വേദിയിൽ അവതരിപ്പിച്ചത്. ദാവൂദിന്റെ കഥയിൽ ഒരു വശത്ത് CH മുഹമ്മദ് കോയ എന്ന മുസ്ലിം, മറുവശത്ത് ചന്ദ്രസേനൻ എന്ന ഹിന്ദു പേരുള്ള CPM MLA. ഓർക്കുക, CPMന് അങ്ങനെ ഒരു MLA അന്നുണ്ടായിരുന്നില്ല. ചന്ദ്രസേനൻ എന്ന CPM MLA സി ദാവൂദിന്റെ സാങ്കല്പിക സൃഷ്ടിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ആ കഥാപാത്രത്തിന്റെ നാവിൽ കുട നന്നാക്കി നടന്നവരെ CH അറബി മാഷാക്കിയത് കൊണ്ട് നാട്ടിൽ കുട നന്നാക്കാൻ ആളെ കിട്ടാനില്ല എന്ന ഡയലോഗ് സി ദാവൂദ് തിരികെ കയറ്റി. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജമായത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗം മാത്രമായിരുന്നു ദാവൂദെങ്കിൽ ഈ കഥ പറയാൻ മുസ്ലിം ലീഗ് വേദി അദ്ദേഹത്തിന് കിട്ടുമായിരുന്നില്ല. ഇവിടെ മീഡിയ ഒന്നിന്റെ മാനേജിംഗ് എഡിറ്റർ എന്ന പ്രിവിലേജിലാണ് സി ദാവൂദ് മുസ്ലിം ലീഗിന്റെ വേദിയിൽ അവതരിക്കുന്നത്. എല്ലാം അറിയുന്ന, എല്ലാ വസ്തുതയും പഠിച്ചും പരിശോധിച്ചും അവതരിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന ചാപ്പ സ്വയം ധരിച്ചാണ് സി ദാവൂദ് മുസ്ലിം ലീഗുകാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ തന്നെ ഒരു മുൻവിധിയോടെ കേൾക്കാൻ മുസ്ലിം ലീഗുകാരെ സി ദാവൂദ് നിർബന്ധിതരാക്കുന്നു. ആ പഴുതുപയോഗിച്ച് മുസ്ലിം ലീഗുകാരുടെ തലച്ചോറിലേക്ക് സി ദാവൂദ് തന്റെ ഉള്ളിലെ വംശീയ വിദ്വേഷം സമർത്ഥമായി കുത്തിവെക്കുന്നു. ഇത്തരം അടവുകളുടെ ഉസ്താദായതുകൊണ്ടാണ് കേരളത്തിന്റെ സ്വൈര ജീവിതം തകർക്കാൻ പോന്ന ഉഗ്രപ്രഹരശേഷിയുള്ള ഒരു കുഴി ബോംബാണ് സി ദാവൂദ് എന്ന് പറയേണ്ടി വരുന്നത്. ഈ രണ്ട് കള്ളങ്ങളും പറഞ്ഞ് സി ദാവൂദ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം. കുട നന്നാക്കുന്നവരെ, വെള്ളംകോരികളായിട്ടുള്ള ആളുകളെ, വിറകട്ടികളായിട്ടുള്ള മനുഷ്യരെ, ഓരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക. വിറക് വെട്ടികളെയും വെള്ളംകോരികളെയും ഓരങ്ങളിൽ താമസിക്കുന്നവരെയും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ CH ശ്രമിച്ചു. ആ ശ്രമത്തെ CPM MLA പരിഹസിച്ചു എന്നാണല്ലോ ദാവൂദ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ദാവൂദ് പറയും പോലെ ഒരു MLA CPMന് ഇല്ലായിരുന്നുവെന്നും ആ പേരുള്ള MLA അങ്ങനെ പ്രസംഗിച്ചിട്ടേ ഇല്ലെന്നും നാം കണ്ടു. അക്കാര്യം ഓർത്തുകൊണ്ട് തന്നെ ദാവൂദിന്റെ ഈ വാദത്തെ വെള്ളംകോരികളെയും വിറക് വെട്ടികളെയും ഓരങ്ങളിൽ താമസിക്കുന്നവരെയും CH കൈപിടിച്ചുയർത്താൻ ശ്രമിച്ചു എന്ന ദാവൂദിന്റെ അവകാശവാദത്തെ നമുക്കൊന്ന് ഡൈസെക്ട് ചെയ്ത് നോക്കാം. 1967 EMS സർക്കാരിലാണല്ലോ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായത്. അതിനു മുമ്പ് 1960 കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തും മുസ്ലിം ലീഗ് ഭരണപക്ഷത്തായിരുന്നു. അന്ന് എന്താണ് ദാവൂദ് സംഭവിച്ചത്? അന്ന് സ്പീക്കർ സ്ഥാനമാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന് നൽകിയത്. മന്ത്രി സ്ഥാനമൊന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ സ്പീക്കർ ആയിക്കോ എന്ന് ലീഗിനോട് കോൺഗ്രസ് അറുത്തുമുറിച്ചു പറഞ്ഞു. സ്പീക്കർ കസേരയിൽ ഇരിക്കണമെങ്കിൽ CHന്റെ ട്രേഡ് മാർക്കായ തൊപ്പിയിട്ട് നിയമസഭയിൽ വരാൻ പാടില്ലെന്നും കോൺഗ്രസ് കൽപ്പിച്ചു. തീർന്നില്ല, സ്പീക്കർ സ്ഥാനം വേണമെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കണമെന്നും കോൺഗ്രസ് ആജ്ഞാപിച്ചു. ഒരക്ഷരം മറുത്തു പറയാതെ ഈ രണ്ടാജ്ഞകളും ലീഗും CH മുഹമ്മദ് കോയയും ശിരസാ വഹിച്ചു. തികഞ്ഞ അനുസരണയോടെ ഒരെതിർവാക്കും ഉരിയാടാതെ തൊപ്പിയൂരി ലീഗിൽ നിന്ന് രാജിവെച്ച് CH മുഹമ്മദ് കോയ എന്ന മുസ്ലിം ലീഗിന്റെ ആൾ ദൈവം സ്പീക്കറുടെ കസേരയിൽ അമർന്നിരുന്നു. അന്നെന്തേ CH അറബി അധ്യാപകരെ ഭാഷാധ്യാപകരാക്കിയില്ല? അന്നെന്തേ മലപ്പുറം ജില്ല ഉണ്ടായില്ല? അതുകൂടി വിശദീകരിച്ചാലല്ലേ കാര്യമായിട്ട് മനസ്സിലാകൂ. സി ദാവൂദെ, വിറക് വെട്ടികളെയും വെള്ളം കോരികളെയും അധികാരത്തിലെത്തിക്കാൻ പോയിട്ട് മുസ്ലിം കുട്ടികൾക്ക് 4 അക്ഷരം പഠിക്കാൻ ഒരു LP സ്കൂൾ പോലും തുടങ്ങാൻ അന്ന് CHനോ ലീഗിനോ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് എറിഞ്ഞുകൊടുത്ത അധികാരത്തിന്റെ എല്ലിൻ കഷണം പരാതിയില്ലാതെ കടിച്ചു വലിച്ച് അടങ്ങിയൊതുങ്ങി ആ മുന്നണിയുടെ മൂലയ്ക്ക് കിടക്കുകയായിരുന്നു മുസ്ലിം ലീഗ് അന്ന്. വിറക് വെട്ടികളെയും വെള്ളം കോരികളെയും കൈപിടിച്ചുയർത്താൻ CHന് എങ്ങനെയാണ് അവസരം കിട്ടിയത്? വിറക് വെട്ടിയായും വെള്ളം കോരിയായും കോൺഗ്രസ് പിന്നാമ്പുറത്ത് നിർത്തിയിരുന്ന മുസ്ലിം ലീഗിനെ ആദ്യം EMS കൈപിടിച്ചുയർത്തി.
മുന്നണിയിലെടുത്ത് 2 മന്ത്രിസ്ഥാനം കൊടുത്തു. ലീഗിന്റെ സഹായമില്ലാതെയും അന്ന് ആ സർക്കാരിന് ഭരിക്കാമായിരുന്നു ദാവൂദെ. CPM-ന് 59ഉം സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിക്കും CPI-ക്കും 19 MLA-മാർ വീതവും അന്നുണ്ടായിരുന്നു. ആകെ 133 സീറ്റിൽ ലീഗ് ഇല്ലാതെ 97 സീറ്റ്. കോൺഗ്രസ് ചെയ്തതുപോലെ ക്യാബിനറ്റിൽ നിന്ന് ലീഗിനെ അകറ്റി നിർത്താൻ വേണ്ട അംഗബലം ആ സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ 2 മന്ത്രിസ്ഥാനം നൽകിയാണ് മുസ്ലിം ലീഗിനെ EMS കൈപിടിച്ചുയർത്തിയത്. ആ ചരിത്രമൊക്കെ എന്നേക്കുമായി ഡിലീറ്റ് ചെയ്യാൻ സി ദാവൂദ് വിചാരിച്ചാലൊന്നും കഴിയില്ല. അതിനുള്ള പോരിശയൊന്നും സി ദാവൂദിനില്ല. തന്റെ ഉള്ളിലെ കുടിലത ലീഗുകാരുടെ തലച്ചോറിൽ അടിച്ചു കയറ്റാൻ സി ദാവൂദ് ശ്രമിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. അവയൊന്നൊന്നായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ സീരീസ് ന്യൂസ് ബുള്ളറ്റ് കേരളയിൽ പ്രതീക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണേ. അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം. ഈ സ്ഥാപനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, സമൂഹത്തിൽ പടരുന്ന നുണകളും വിദ്വേഷ പ്രചരണങ്ങളും തുറന്നു കാണിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ന്യൂസ് ബുള്ളറ്റ് കേരളയെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, കേവലം 10 രൂപയാണ് ഒരു വീഡിയോയ്ക്ക് ഞങ്ങൾ സംഭാവനയായി അഭ്യർത്ഥിക്കുന്നത്. മാസം 100 രൂപയെങ്കിലും സ്ഥിരമായി സംഭാവന നൽകാൻ തയ്യാറുള്ള ഒരു കൂട്ടം പ്രേക്ഷകരുടെ പിന്തുണയിൽ ന്യൂസ് ബുള്ളറ്റ് കേരളയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ കൂടുതൽ സംഭാവന നൽകാൻ തയ്യാറായാൽ വളരെ സന്തോഷം. 7994903388 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്കാണ് നിങ്ങളുടെ സംഭാവനകൾ അയക്കേണ്ടത്. ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഊർജം. സി ദാവൂദിന്റെ നേരത്തെ പറഞ്ഞ 1 മണിക്കൂർ പ്രഭാഷണത്തിലെ അടുത്ത നുണകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.